ഹലോ ഗുഡ് മോർണിംഗ് മക്കൾസേ. ഇപ്പോൾ നമ്മുടെ ബയോളജിയിലെ 9th ബയോളജിയിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്നുള്ള ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്കിന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ റെസ്പിറേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ആൻ്റണി ലവോയ്സിയ ആണ് നമുക്ക് ഈ ഒരു റെസ്പിറേഷനെ പറ്റിയിട്ട് ഒരു കറക്റ്റ് റെസ്പിറേഷൻ എന്ന പ്രോസസ്സ് നമ്മുടെ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നടക്കുന്നുണ്ടെന്നും ഇതിന് ഒരു പേര് കൊടുത്തതൊക്കെ നമ്മുടെ ആൻ്റണി ലവോയ്സിയ ആയിരുന്നു. ഓക്കെ, അതിൽ ഫസ്റ്റ് അവിടെ ഒരു പിക്ക് കാണുന്നുണ്ട്. ആ പിക്കിൽ നമുക്ക് അറിയാം കുറച്ച് പാർട്സുകളുണ്ട് അല്ലേ. ഫസ്റ്റ് നമുക്കറിയാം നമ്മുടെ മൂക്കിൻ്റെ അഗ്രഭാഗത്ത്, അതായത് നാസാദ്വാരം എന്ന് പറയും, അതിനെ നമ്മളവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നാസാദ്വാരം അല്ലേ, ഇവയാണ് നാസാദ്വാരം, നോസ്ട്രിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നെസൽ ക്യാവിറ്റി, അതായത് നാസാഗഹ്വരം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ആ ഒരു റൗണ്ട്, അതായത് ഒരു വളയങ്ങൾ പോലെയുള്ള ഭാഗമാണ് ട്രക്കിയ, ശ്വാസനാളം. ഓക്കെ, ഇങ്ങനെ അതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ബ്രോങ്കസ്. ഓക്കെ, അതായത് ബ്രോങ്കസ് എന്ന് പറഞ്ഞാൽ ശ്വസനി, അതായത് നമ്മുടെ ബ്രോങ്കസ് ശ്വാസനാളം ട്രക്കിയ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഭാഗമാണ് വളയങ്ങൾ പോലുള്ളതാണ് ട്രക്കിയ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ ബ്രോങ്കസ് എന്ന് പറയുന്നത്. ഈ ബ്രോങ്കസിന് വിവിധ ബ്രാഞ്ചുകളുണ്ട്. അതിനെയാണ് നമ്മൾ ബ്രോങ്കിയോളെ എന്ന് പറയുന്നത്. ഈ ബ്രാഞ്ച് പോലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ബ്രോങ്കിയോളെ എന്ന് പറയുന്നത്. ഈ ബ്രോങ്കിയോളെ, ഈ ബ്രാഞ്ചുകൾ ചെന്നെത്തി, അതിൻ്റെ അഗ്രഭാഗം ചെന്നെത്തി നിൽക്കുന്നത് ഇവിടെ ആൽവിയോളയിലാണ്. ഓക്കെ, ഈ ആൽവിയോളയുടെ വലിയൊരു പിക്ചറൈസേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആൽവിയോളയിൽ വെച്ചിട്ടാണ് നമുക്ക് ആ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഫുൾ കംപ്ലീറ്റ് നടക്കുന്നത്. അതായത് ഓക്സിജൻ ഇങ്ങോട്ട് വരുന്നതും തിരിച്ചു പോകുന്നതും അവിടെ വെച്ചിട്ടാണ് സെല്ലുലാർ റെസ്പിറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആൽവിയോളയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് കാണാം നമ്മുടെ ഈ ശ്വാസകോശത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഈ ലങ്സിന്, ശ്വാസകോശത്തിന് എന്തുണ്ട്, അതായത് നമ്മുടെ ലങ്സിന് ഒരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ഉണ്ട് അല്ലേ. നമ്മുടെ ഹാർട്ടിനെയൊക്കെ പോലെ തന്നെ ഒരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ കാണാൻ കഴിയും. ഇതിനെയാണ് നമ്മൾ പ്ലൂറ എന്ന് പറയാം. ഇതിൻ്റെ ഉള്ളിലും പ്ലൂറൽ ഫ്ലൂയിഡ് ഫില്ലായിട്ടുണ്ടാവും. ഓക്കെ, ഈ ഡബിൾ ലെയേർഡ് മെംബ്രെയിനെയാണ് നമ്മൾ പ്ലൂറ എന്ന് പറയുക. ഇതിലും പ്ലൂറൽ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലങ്സിനെ താങ്ങി നിർത്തുന്ന ഈ ഒരു C ഷേപ്പിലുള്ളൊരു സാധനം കാണാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയാം. എന്താ പറയുക? ഡയഫ്രം. ഓക്കെ, അപ്പോൾ ഇത്രയും പാർട്സാണ് നമ്മുടെ ഈ ഒരു ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഒരു ട്രാക്ട്, അതായത് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതിയേ ഉള്ളൂ. നോസ്ട്രിൽ, നെസൽ ചാമ്പർ അഥവാ നെസൽ ക്യാവിറ്റി, ട്രക്കിയ, ബ്രോങ്കിയോളെ, ബ്രോങ്കസ് അല്ലെങ്കിൽ ബ്രോങ്കിയോളെ, ആൽവിയോളെ. ഓക്കെ, ഇനി പിന്നെ അവിടെ നോക്കുന്നത് വെന്റിലേഷൻ എന്താണെന്നാണ്. എന്താണ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, നമുക്കറിയാം നമ്മൾ ബ്രീത്ത് ഇൻ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, അതേപോലെ ബ്രീത്ത് ഔട്ട് പുറത്തേക്കും കളയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻഹലേഷൻ എന്ന് പറയുക. അതായത് അല്ലെങ്കിൽ നമ്മളതിന് ഇൻസ്പിറേഷൻ എന്ന് പറയും. അതേപോലെ ബ്രീത്ത് ഔട്ട് പുറത്തേക്ക് പോകുമ്പോഴും അതിനെ എക്സ്ഹലേഷൻ അഥവാ എക്സ്പിറേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ബ്രീത്ത് ഉള്ളിലെടുക്കുമ്പോഴും ബ്രീത്ത് പുറത്തേക്ക് പോകുമ്പോഴും നമുക്കറിയാം ഓക്സിജൻ ഉള്ളിലേക്ക് വരണോ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് ചേഞ്ചസുകൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ആ ലങ്സിൻ്റെ ഭാഗത്ത് ഒരുപാട് ചേഞ്ചസുകൾ നടക്കുന്നുണ്ട്. ആ ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വെന്റിലേഷൻ എന്താണെന്ന് വെച്ചാൽ മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ടു ലങ്സ് ആൻഡ് ബാക്ക് ഈസ് കോൾഡ് വെന്റിലേഷൻ. ഓക്കെ, ഇനി നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, റിബ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇൻ്റർകോസ്റ്റൽ മസിലുണ്ട് റിബ്സിന് ചുറ്റും, അല്ലെങ്കിൽ റിബ്സുകൾക്കിടയിൽ ഇൻ്റർകോസ്റ്റൽ മസിലുണ്ട്. അത് നമ്മൾ ഇൻസ്പിറേഷൻ ചെയ്യുന്ന സമയത്ത് വികസിക്കുന്നുണ്ട്, അല്ലാത്ത സമയത്ത് ഒറിജിനലിൽ കോൺട്രാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ, അത് നന്നായിട്ട് നോക്കി വെക്കുക. പിന്നെ അവിടെ പറഞ്ഞിട്ടുള്ളത് ആൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, അതായത് നമ്മൾ പറഞ്ഞു റെസ്പിറേഷൻസ് മുഴുവൻ നടക്കുന്നത് ആൽവിയോളയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ആൽവിയോളയിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലേക്കും തിരിച്ച് ബ്ലഡിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലേക്കും
ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുക. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം നമ്മുടെ പുറത്ത് നിന്ന് ഓക്സിജൻ നേരെ ആൽവിയോളയിലേക്ക് വരണു. അപ്പോൾ ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്നത് ഒരുപാടുണ്ട് അല്ലേ, ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൽവിയോളയ്ക്ക് ചുറ്റും എന്തുണ്ട്, ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. ഇത് ബ്ലഡ് കാപ്പിലറീസ് ആണ്. അപ്പോൾ ഈ ബ്ലഡ് കാപ്പിലറീസിൽ എന്താണ്, ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ എപ്പോഴും നമുക്കറിയാം അവിടെ ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് കോൺസെൻട്രേഷൻ കൂടിയതിൽ നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞതിലേക്ക് തീർച്ചയായിട്ടും എയറിൻ്റെ ട്രാൻസ്ഫർ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ കൂടിയിരിക്കുന്നത് ഇപ്പോൾ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ആൽവിയോളയ്ക്കകത്ത് കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ബ്ലഡ് കാപ്പിലറീസിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ഒരു ഡയഗ്രം രൂപത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇതാണ് നമ്മുടെ ആൽവിയോളയുടെ ഉൾഭാഗമാണ് ഈ യെല്ലോ കളറിൽ കാണുന്നത്. ഇവിടെ ഇതിലേക്ക് ഓക്സിജൻ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്നു. അവിടെ നിന്നും കോൺസെൻട്രേഷൻ കുറവുള്ള നമ്മുടെ ഈ ആൽവിയോളയ്ക്ക് ചുറ്റുമുള്ള ബ്ലഡ് കാപ്പിലറീസിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഈ ബ്ലഡ് കാപ്പിലറീസിൽ ബ്ലഡിൽ എപ്പോഴും ആരുണ്ടാകും, ഹീമോഗ്ലോബിൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും ഹീമോഗ്ലോബിനുമായിട്ട് അങ്ങോട്ട് കമ്പൈൻ ചെയ്തിട്ട് കൂടിയിട്ട് ഇയാൾ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓക്സിജൻ ബ്ലഡ് കാപ്പിലറീസിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആവുന്നു. ദെൻ അവിടെ നിന്നും നേരെ എവിടത്തേക്കാണ് പോകുന്നത്, ഈ ബ്ലഡ് ഓക്സിജനും വഹിച്ചുകൊണ്ട് നമ്മുടെ സെല്ലിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെല്ലിലേക്ക് പോകുമ്പോഴും നമുക്കറിയാം സെല്ലിന് ചുറ്റും ആരൊക്കെ ഉണ്ടാവും, ബ്ലഡ് കാപ്പിലറീസ് ഉണ്ടാകും അല്ലേ. ഇതേപോലുള്ള ഇതേപോലുള്ള ബ്ലഡ് കാപ്പിലറീസ് നമ്മുടെ സെല്ലിന് ചുറ്റും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് ചുറ്റും നമുക്കറിയാം ആരുണ്ടാകും, ബ്ലഡ് കാപ്പിലറീസ് ഉണ്ടാവും. അതേപോലെ തന്നെ സെല്ലിൻ്റെ ഇടയിൽ സെല്ലുലാർ ഫ്ലൂയിഡൊക്കെ ഉണ്ടാവും, പ്രസൻ്റ് ആയിട്ടുണ്ടാവും. ബ്ലഡ് കാപ്പിലറീസിൻ്റെ ഇടയിൽ സെല്ലുലാർ ഫ്ലൂയിഡും ഒക്കെ പ്രസൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നേരെ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് നമ്മുടെ സെല്ലിനടുത്തേക്ക്, ഇതാണ് സെല്ലിനടുത്തേക്ക് പോകുന്ന സമയത്ത് സെല്ലിന് ചുറ്റുമുള്ള ബ്ലഡ് കാപ്പിലറീസിൽ എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യും, ഇവിടെ വെച്ച് ഓക്സി ഹീമോഗ്ലോബിൻ അങ്ങോട്ട് ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് സെപ്പറേറ്റ് ആവും. അതായത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് ഈ ബ്ലഡ് കാപ്പിലറീസിലേക്ക് ആര് പോകും, ഹീമോഗ്ലോബിൻ അങ്ങോട്ട് അലിഞ്ഞ് ചേരും. ഓക്സിജൻ എന്ത് ചെയ്യും, നേരെ ഇവിടെ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് ഊർന്നിറങ്ങും. ഇവിടെ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ടാവും, അവിടേക്ക് ഊർന്നിറങ്ങി അവിടെ നിന്നാണ് നമ്മുടെ സെല്ലിലേക്ക് ഓക്സിജൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മുടെ ഓക്സിജൻ ആൽവിയോളയിലേക്ക് വരുന്നു. ഓക്കെ, ആൽവിയോളയിൽ നിന്ന് എന്ത് ചെയ്യാണ്, ആൽവിയോളയിൽ നിന്ന് ഓക്സിജൻ നേരെ എവിടത്തേക്ക് പോകുന്നു, ബ്ലഡ് കാപ്പിലറീസിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. ദെൻ നേരെ നമ്മുടെ സെല്ലിലേക്കുള്ള യാത്രയാണ് അല്ലേ. അപ്പോൾ സെല്ലിന് ചുറ്റുമുള്ള ബ്ലഡ് കാപ്പിലറീസിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഈ പോയിട്ടുള്ള ഓക്സി ഹീമോഗ്ലോബിൻ സെപ്പറേറ്റ് ആയി ഓക്സിജനും ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. ഹീമോഗ്ലോബിൻ ബ്ലഡിലേക്ക് ലയിക്കുന്നു, ഓക്സിജൻ സെല്ലിലേക്കും എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഓക്സിജൻ്റെ പ്രവാഹം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അറിയാം ഓക്സിജൻ എവിടെ എത്തിയിട്ടുണ്ട്, സെല്ലിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അതിന് സെല്ലിലെത്തിയാൽ അവിടെ എന്തുണ്ട്, സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, സെല്ലുലാർ റെസ്പിറേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. അങ്ങനെ സെല്ലുലാർ റെസ്പിറേഷനൊക്കെ കഴിഞ്ഞ് എന്താണെന്ന് പറയാം. ഓക്കെ, സെല്ലുലാർ റെസ്പിറേഷനൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിൽ ഈ ഓക്സിജൻ പോയിട്ട് ആരുണ്ടാകും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഇവിടെ സെല്ലുലാർ റെസ്പിറേഷനൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ ഗ്ലൂക്കോസൊക്കെ ഉണ്ടാവും, ന്യൂട്രിയൻസും ഗ്ലൂക്കോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സെല്ലിൽ ഇപ്പോൾ ആരുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ സെല്ലിൽ വെക്കാൻ പറ്റില്ല അല്ലേ. പുറത്തേക്ക് പോകേണ്ട ആളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ ബോഡിക്ക് ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യാണ്, തിരിച്ച്